പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അല്പം സ്മോൾ അടിച്ചാൽ എന്താ ബുദ്ധിമുട്ട് എന്ന തലക്കെട്ട് കണ്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു കാണും. ഇന്ന് കേരളത്തിൽ സഭാ മേലധ്യക്ഷന്മാരും നേതാക്കളും ഗവൺമെൻറ്റിനെതിരെ പറയുകയാണല്ലോ, വില കുറഞ്ഞ മദ്യത്തിന് നികുതി വേണ്ടാന്ന് വെച്ചതോ കുറച്ചതോ തെറ്റായിപ്പോയി എന്ന്. പടിപടിയായിട്ട് ഈ വലിയ വിസ്കി, ബ്രാൻഡി, ചാരായം കുടിയിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് നമുക്കറിയാം, നമ്മുടെ പുതിയ നിയമസഭ സതീശൻ മുഖ്യമന്ത്രിയുടെ കീഴിൽ ചിന്തിച്ചതും തീരുമാനിക്കുന്നതും ആണ്. നമുക്കറിയാം, ക്രൈസ്തവ മൂല്യങ്ങൾ നല്ലതുപോലെ, ഞാൻ പറയും പല ക്രൈസ്തവ നേതാക്കളെക്കാളും അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു ദർശനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു ഹൈന്ദവനായ മുഖ്യമന്ത്രിയാണ് നമുക്ക് എന്നുള്ളത് ഒരു വലിയ വിരോധാഭാസമായിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിയില്ലാതെ മണ്ടനായിട്ട് ചിന്തിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഇത് നമ്മൾ നോക്കിയാൽ ബൈബിളിൽ മുഴുവൻ പറയുന്നത് മദ്യത്തെ തുടരുതെന്നോ കുടിക്കരുതെന്നോ അല്ല, പിന്നെയോ മദ്യപാനം അരുത് എന്നാണ്. വീഞ്ഞ് കുടിച്ച് ഉന്മത്തർ ആകരുത്, അതിൽ ദുരാഗ്രഹം കലർന്നിരിക്കുന്നു. എഫേസ്യോസ് അധ്യായം 5:18. ഇനി നമുക്കറിയാം, നമ്മുടെ ആളുകൾക്കൊരു കുഴപ്പമുണ്ട്, മദ്യം മണത്താൽ പിന്നെ അതിൻ്റെ അടിമത്തമാവും. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകം മുഴുവനും കാണാൻ സാധിക്കും, മദ്യം ഒരിടത്തും വിലക്കിയിട്ടില്ല, വിലക്കാൻ പറ്റത്തുമില്ല. ഇനി ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു. നിങ്ങളോർക്കും മഞ്ഞാക്കളച്ചൻ ഇപ്പം യൂറോപ്പിലാണ്ട് കുടിക്കും, അതുകൊണ്ട് കുടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് അതൊക്കെ പറഞ്ഞു. ഞാനൊരു വിവാദ പുരുഷൻ തന്നെയാണ്. ഞാൻ വിവാദത്തിലൂടെയാണ് മുന്നോട്ടും പോകുന്നത്. കർത്താവ് വ്യക്തമായിട്ട് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, 21:34, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവയ്ക്കെതിരെ ജാഗരൂകരായിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, റോമാക്കാർക്ക് ലേഖനത്തിൽ 12:9 തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പിന്നെയോ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുക. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. മനോഹരമായ വാക്യം റോമ 12:21. അദ്ദേഹം തന്നെ റോമ 13 പറയുന്നു, 13 തോന്നുന്നു, സുഖലോലുപത, മദ്യലഹരി, അവിവഹിത വേഴ്ചകൾ, വിഷയാസക്തി, കലഹങ്ങൾ, അസൂയ ഇവയിൽ വ്യാപരിക്കരുത്. ഇക്കാര്യങ്ങളൊക്കെയാണ് മതനേതാക്കന്മാർ ആരായാലും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതും ബോധവൽക്കരിക്കേണ്ടതും. പ്രിയമുള്ളവരെ, ആരോ വെറ്റമുറുക്കുന്നത് കൊണ്ട് കമുക് വെട്ടിക്കളയുന്നു എന്ന് പറയുന്ന പോലെ അത് പാക്ക് തിന്നാതിരിക്കാൻ. പ്രിയമുള്ളവരെ, ലോകത്ത് തിന്മ ധാരാളമുണ്ട്. ഈ തിന്മയെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. നന്മയും തിന്മയും ഒന്നിച്ചു വളർന്നു പോകും അവസാനം വരെ. നന്മയിലായിരിക്കുന്നവരെ കർത്താവ് ഒന്നിച്ചു കൂട്ടുമെന്നാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നതും എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തോടെ ഞാൻ ഉപദേശിക്കേണ്ട അപ്പൻ എന്ന നിലയിൽ, ഒരു വചന ശുശ്രൂഷകനും ഉപദേശിയും എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, തിന്മ ആർക്ക് തുടച്ചു മാറ്റാൻ കഴിയും? നമ്മുടെ ഏറെ കുട്ടികൾ ഇന്ന് നമുക്കറിയാം, ഗൂഗിളിനും അവർ ഇൻ്റർനെറ്റിനും AI കീഴടക്കിയിരിക്കുകയാണ്. എന്ന് വിചാരിച്ച് നമ്മൾ സമരം ചെയ്യണമോ, കമ്പ്യൂട്ടറെല്ലാം നിർത്തണം, മൊബൈൽ നിർത്തണമെന്ന് ഇത് ഉപദേശിക്കുന്ന അച്ഛന്മാരും കന്യാസികളും പോലും തലയിണ കീഴെ നമുക്കറിയാം മൊബൈൽ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, തിന്മയെ തുടച്ച് നിൽക്കാനല്ല കർത്താവ് നമ്മൾ പറയുന്നത്, തിന്മയ്ക്കെതിരെ അടരാടി ശക്തരായി മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ടാണ് മദ്യപിക്കരുത് എന്നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, മദ്യപാനം അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ സ്നേഹമുണ്ടായിരുന്ന വളരെ ബഹുമാന്യനായ AK ആൻ്റണി ഈ വലിയ മദ്യപാനികൾ, മുഴുമദ്യപാനികൾ
പതുക്കെ സാവധാനം ചെറിയ മദ്യങ്ങളിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് ബിയർ പാർലറും അതുപോലെ വീഞ്ഞ് പാർലറുകളൊക്കെ ഉണ്ടാക്കിയത്. അവരുടെ എല്ലാം ഉദ്ദേശം നല്ലതായിരുന്നു. നമുക്ക് ഏക്കാനൊരു കുടിയനല്ല, നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഒരു കുടിയനല്ല. പിന്നെ എന്തിനാണ് ഈ കുടിയന്മാരെ ഒന്ന് നേരെയാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു? ആരെന്തേരെ പരിശ്രമിച്ചാലും, മാപ്പാപ്പ പരിശ്രമിച്ചാലും, ദൈവം പരിശ്രമിച്ചാലും, ഞാൻ പറയുന്നു, ആർക്കും ഒരാളുടെ തിന്മയിൽ നാളിനെ മാറ്റാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ആത്മാവിൽ അവർ പ്രചോദിതരാകുവാൻ. നമുക്കറിയാം, പെന്തക്കോസ്ത കഴിഞ്ഞു. അപ്പോൾ അവർ പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ച് സ്നേഹിച്ച് ശബ്ദവും കോലാഹലമുണ്ടായപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആത്മാവില്ലാത്തവർ പറഞ്ഞത് എന്നറിയാമോ? അവർ പുതുവീഞ്ഞ് കുടിച്ച് ഉന്മത്തരായിരിക്കുന്നു. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവ് ഒരു പുതിയ വീഞ്ഞ് ആണ്. അപ്പം ഈ ആത്മാവിനെ പറ്റി പ്രഘോഷിച്ച് ആത്മാവുള്ള സന്തോഷം കൊടുക്കണം, ഏത് മതത്തിൽപ്പെട്ടവരായാലും. അപ്പോൾ ഈ ആത്മീയ സന്തോഷമുണ്ടെങ്കിൽ അവിടെ അവൻ മദ്യപിക്കാൻ പോവില്ല. അപ്പോൾ ഇതാണ് പല കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നടക്കുന്നത്. ഏറെ പേർ മദ്യത്തിൽ നിന്ന്, പുകയിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, അവിവേകിത വേഴ്ചയിൽ നിന്നുമൊക്കെ വിടുതൽ മാറിക്കുന്നു. ഈ പറയുന്ന മഹാന്മാർക്കൊന്നും കരിസ്മാറ്റിക്കുകൾ ഇഷ്ടമല്ല. ഹല്ലേലൂയ! ഈ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നതോ കൈവെക്കുന്നതൊന്നുമല്ല, ആത്മാവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി നേടുന്നത് ആണ്. അപ്പോൾ തിന്മയെ അതിജീവിച്ചുള്ളൊരു ജീവിതമാണ് അത് ക്രിസ്തുവിൻ്റെ ബൈബിൾ എവിടെയും പഠിപ്പിക്കുന്നത്. പാപ സാഹചര്യങ്ങളെ അതിജീവിക്കണം, പാപ സാഹചര്യങ്ങളെ ദൂരെ എറിയാൻ പറ്റില്ല. അതുപോലെ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തണം, തിന്മയെ നന്മ കൊണ്ട് പോരാടണം. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പുണ്യം ചെയ്യുവാനായിട്ട് അത് പാത്രമാക്കണം, ഉപകരണങ്ങൾ ആക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം പുകവലി വളരെ മോശം, നേരെപ്പേർ കുറച്ചിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം എവിടെയും സിഗരറ്റ് വിൽപ്പനയുണ്ട്. ആ സിഗരറ്റ് പാക്കറ്റ് എഴുതിയിട്ടുണ്ട്, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും, ആ സിഗരറ്റ് വലിച്ചാൽ മക്കളില്ലാതാകും, അത് മക്കളുണ്ടാകില്ല, വന്ധ്യത വരും, സിഗരറ്റ് വലിച്ചാൽ അത് കുടുംബനാശവും മക്കൾക്കും രോഗമുണ്ടാകും എന്നൊക്കെ അതിലെഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സിഗരറ്റ് നിർത്തിയിട്ടില്ല, സിഗരറ്റ് കമ്പനി മാറ്റാനുള്ള നിബന്ധനകളും ലോകത്തില്ല. തിന്മ വളർന്നുകൊണ്ടേയിരിക്കും. തിന്മയെ മാറ്റുകയല്ല വേണ്ടത്, നമ്മളെയാണ് മാറ്റേണ്ടത്. നമുക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. ദൈവമായ കർത്താവ് ഓരോ മനുഷ്യനും നന്മ ചെയ്യാനുള്ള അനുഗ്രഹം, കൃപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനത് സ്വാതന്ത്ര്യം എന്ന് പറയും. ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കാം, ദുർവിനിയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഹല്ലേലൂയ! ഇവിടെ നമ്മൾ പാപം ചെയ്യാതെ പുണ്യത്തിൽ ജീവിക്കാനായിട്ട് തന്ന ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മളിലുള്ള കൃപ കൊണ്ട്, അഥവാ ദൈവാനുഗ്രഹം കൊണ്ട് അതിജീവിച്ച് ജീവിക്കാൻ നമുക്ക് ആവശ്യം. അതിനുള്ള അവസരമാണ് നമ്മുടെ ഗവൺമെൻറ് തരുന്നത്. അതായത് വീര്യമുള്ളതൊന്നും കുടിക്കാതിരിക്കുക. അതിന് മറ്റൊരു കുടിച്ചോട്ടെന്നല്ല പറയുന്നത്. അത് ചിലർക്കൊക്കെ നമുക്കറിയാം, പണ്ട് കാലത്ത്, അതായത് നമ്മുടെ 2, 3, 5, 6 തലമുറയ്ക്ക് മുമ്പ് കറുപ്പ് തിന്നുമായിരുന്നു നമ്മുടെ വലിയമ്മമാരും വല്യപ്പിച്ചുമാരും ഒക്കെ. കറുപ്പ് നിർത്തിയപ്പോൾ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? അപ്പോൾ അതിന് പകരമായിട്ട് ചിലരൊക്കെ മുറുക്കാൻ പറഞ്ഞു, ബീഡി വലിക്കാൻ പറഞ്ഞു. അത് കാരണം എങ്കിലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ, ഈ മുതുകുടിയന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവിടെ എല്ലാം പ്രശ്നം മലയാളിയുടെ പ്രശ്നമാണ്. അവൻ ഇച്ചിരി കുടിച്ചാൽ മുതുകുടിയനാകും. ഹല്ലേലൂയ! ഇനി നിങ്ങളൊന്നും ആലോചിക്കണം, ഞാൻ കേൾക്കുന്നത് കൂടുതലും ക്രിസ്ത്യാനികളാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളാണ് കൂടുതൽ കുടിക്കുന്നത്. ക്രിസ്മസിനും ഈസ്റ്ററിനും അല്ലെങ്കിൽ കല്യാണത്തിനും ഇങ്ങേറ്റം മരിച്ചടക്കിന് പോലും വേറൊരുത്തരല്ല. അപ്പോൾ നമ്മൾ ബോധവൽക്കരിക്കണം, മനുഷ്യർ മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ കുറവല്ലേ? അതൊക്കെ വലിയ കരിസ്മാറ്റിക് സെൻ്ററുള്ള ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ദിവസവും പുതുവർഷത്തിലും കള്ളു കുടിക്കുന്നത്, അഥവാ മദ്യം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കാണ് കുഴപ്പം. ഉപദേശിക്കേണ്ട ഉപദേശം, ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നില്ല. ബോധവൽക്കരണം മാത്രം പോരാ, ബുദ്ധിയിലേക്ക് ബോധം ചെന്നാൽ പോരാ, ബോധ്യം വന്നാൽ പോരാ. പിന്നെയോ ആത്മാവിന് ശക്തി, അവിടെയാണ് പരിശുദ്ധാത്മാവിന് ശക്തി. അതെ, വീഞ്ഞു കുടിച്ച് ഉന്മത്തൻ ആഗ്രഹങ്ങൾ, അതിൽ ദുരാഗ്രഹം കലർന്നിരിക്കുന്നു. മറിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പരിപൂരിതരായിരിക്കുവൻ. ഹല്ലേലൂയ!
എഫെസോസ് 5-ാം അധ്യായം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം, 18-ാം വചനം. അപ്പോൾ അതിന് മറിച്ച് ഉള്ള മരുന്നാണ് പരിശുദ്ധാത്മാവ്. അത് ശക്തിയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ് പഠിപ്പിക്കേണ്ടത്, ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഈ ലഹരിയുള്ള സ്നേഹവും ലഹരിയുള്ള പ്രതിപത്തിയും എല്ലാം അങ്ങ് പോകും. എനിക്കറിയാം, ഞാൻ കാരിഷ് ഫാമിലിയിൽ ധ്യാനം നടക്കുന്ന കാലം ഞാൻ അവിടെ 6 കൊല്ലക്കാലം സ്ഥാപക ഡയറക്ടർ ആയിരുന്നു. കുറുപ്പന്തറ കള്ള് ഷാപ്പ് അടച്ചു, കുമരകത്ത് 2 ഷാപ്പുകൾ അടച്ചു. എന്താണെന്നറിയാമോ? ധ്യാനത്തിൽ സംബന്ധിച്ചവർ കുടി നിർത്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. അപ്പോൾ രാവിലത്തെ കള്ളു കുടിക്കാൻ ആരും പോകുന്നില്ല. അങ്ങനെ കള്ളുടമകൾ തന്നെ, ഷാപ്പിൻ്റെ ഉടമകൾ തന്നെ നിർത്തി. അതാണ് കാരണം. പ്രിയപ്പെട്ട, ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ക്രൈസ്തവ സമൂഹത്തെ. അല്ലാതെ ഉടനെ തന്നെ അതിനെതിരായിട്ട് സംസാരിക്കുക, ബഹളമുണ്ടാക്കുക. നമുക്ക് എൻ്റെ മെത്രാന്മാരെ, അച്ഛന്മാരെ, കന്യാസികളെ, നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കിടക്കുന്നു. സ്നേഹരാഹിത്യം, വിശ്വാസ ത്യാഗം, വിശ്വാസരാഹിത്യം അഥവാ വിശ്വാസച്യുതികൾ, ഇതൊക്കെ നമുക്ക് അടരാടിയിട്ട് നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കണം. ഇതെല്ലാം ഒരു മരുന്നാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും നമുക്കറിയാം, കുടിക്കേണ്ടവർ എവിടെയും പോയി കുടിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ മുഴുവൻ മദ്യമുണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും മദ്യപാനികളല്ല. ഞാൻ യൂറോപ്പിലാണ്, എല്ലായിടത്തും ഉണ്ട് മേശപ്പുറത്ത് എല്ലാ മദ്യങ്ങളും വെച്ചിരിക്കും. അതിനാൽ ബോധ്യമുണ്ട്, അത് എനിക്കുള്ളതല്ല, അത് ഓരോരുത്തർ തീരുമാനിക്കും. അവൻ ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം കാണാൻ സാധിക്കും. ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ബിയർ പോലും, വിഞ്ഞു പോലും കുടിക്കില്ല. കാരണം വഴി പോലീസ് പിടിക്കുമെന്നറിയാം, ലൈസൻസും പോകുമെന്നറിയാം. ഹല്ലേലൂയ. അത്ര കൃത്യമായിട്ട് ഡിസിപ്ലിൻ ഉണ്ട്. നമുക്കില്ലാതെ പോയത് ഡിസിപ്ലിൻ ആണ് ഇല്ലാതെ പോയത്. ആ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ജീവിതത്തിൽ ആത്മസംയമനം കൊണ്ടുവരിക, അത് പരിശുദ്ധാത്മാവിനൊരു വലിയ കൃപയാണ്. ആത്മത്യാഗം, അതുപോലെ ആത്മനിഗ്രഹണം, ഇതൊക്കെ പണ്ടാണ് തമാശ പറയുന്നത് പോലെ ബ്രഹ്മചര്യം പാലിക്കാൻ കടുക്കാവെള്ളം കുടിക്കണ്ട. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം മാറാനായിട്ട് മറുമരുന്നല്ല ചെയ്യേണ്ടത്. പിന്നെയോ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത്, നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രഭാഷകൻ അധ്യായം 15:15 ഞാൻ പറഞ്ഞത്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ അനുസരിക്കാമെന്നാണ് 15-ാം അധ്യായം 14 പ്രഭാഷകൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സ് വയ്ക്കുക. അപ്പോൾ ഈ മനസ്സ് വയ്ക്കാനായിട്ടുള്ള ബോധ്യങ്ങൾ ചെറുപ്പം മുതൽ കൊടുക്കുക. ബോധവൽക്കരണം പ്രായമായി കഴിഞ്ഞിട്ടല്ല, കതിരിന്മേൽ വളം വയ്ക്കുകയല്ല ചെയ്യേണ്ടത്, വീട്ടിൽ തന്നെ ആദ്യം പരിശീലിക്കണം. ഈ മാതാപിതാക്കളും ആരും കുടിക്കാത്തവരായിട്ട് കാണട്ടെ, അതുപോലെ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കട്ടെ. ഇവിടെ നമുക്കറിയാം, ഒരു മതം മാത്രമേ ഉള്ളൂ മദ്യം തെറ്റാണ്, ഹറാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ വീട്ടിൽ അവരുടെ മക്കൾ ജനിക്കുമ്പോൾ കുടിയന്മാരെ കാണുന്നില്ല. അവിടെ മദ്രാസുകളിൽ പറയും ഒരിക്കലും മദ്യം പാടില്ല. അവിടെ ചെറുപ്പം മുതലേ മനസ്സ് മലിനീകരിക്കാതെ മദ്യത്തോടുള്ള വെറുപ്പ് വയ്ക്കുന്നു. ഇതാണ് നമുക്ക് ആവശ്യം, ബോധവൽക്കരണം. അപ്പോൾ ഈ ബോധവൽക്കരണം പ്രായമായിട്ടല്ല. നമുക്കറിയാം, ഉണങ്ങിയ കമ്പ് വളയ്ക്കാൻ പറ്റില്ല, പച്ചക്കമ്പാണെങ്കിൽ വളയ്ക്കാൻ പറ്റും. ആ കുരുന്നിലെ നമ്മുടെ കുട്ടികൾ മദ്യപാനികളെ ഒന്ന് കാണാതിരിക്കട്ടെ. നമ്മുടെ സഭാ നേതാക്കന്മാരിലോ, നമ്മുടെ മാതാപിതാക്കളിലോ, നമ്മുടെ സഹോദരങ്ങളിലോ, അതുപോലെ അവർ ആരെങ്കിലും മദ്യത്തിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഇടയാക്കിയാൽ അപ്പോൾ ഉപദേശിച്ചാൽ ആ ഉപദേശം ഹൃദയത്തിൽ ഫലിക്കും. ഹല്ലേലൂയ. നിങ്ങളോർക്കാം, ഇന്ന് യൂറോപ്പിൽ ഈ മദ്യമെല്ലാം ഉണ്ട്. ഇതിൻ്റെ നടുക്കാണ് ധാരാളം മുസ്ലിങ്ങൾ വന്ന് ജീവിക്കുന്നത്. അവരാരും മദ്യം മണക്കുക പോലില്ല. ഇങ്ങനെ ഒരു ജീവിത ശൈലി ഉണ്ടാക്കണം. പ്രിയമുള്ള, അതിനുള്ള ഒരു സംരംഭം നമ്മുടെ എല്ലാവരുടെയും ബഹുമാനനും സ്നേഹിതനുമായ മുഖ്യമന്ത്രി മുൻകൈയെടുക്കുകയാണ്. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം ആത്മാവിൽ പ്രചോദിതമാണ്. നിശ്ചയമായിട്ടും അദ്ദേഹം ഒരു മദ്യപാനിയല്ല, മദ്യപാനികളെ വളർത്താൻ ആഗ്രഹവുമില്ല. ഒരു പക്ഷേ
ഗവൺമെൻറ്റിന് പണം ഉണ്ടാക്കാൻ ആഗ്രഹം കാണും. ഹല്ലേലൂയ. ഖജനാവ് പൊട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ടായിരിക്കാം അത് അതായത് നികുതി കൂടാതെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഖജനാവ് പണം വരികയല്ല ചെയ്യുന്ന വാസ്തവത്തിൽ. നികുതി കൂട്ടുക വേണ്ട, മറ്റുള്ള അങ്ങനെയാണ്. അതായത് മദ്യത്തിന് നികുതി കൂടുതൽ ഇട്ടുകൊണ്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുക, അതും അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് ഓർക്കണം. പിന്നെയോ ആ വലിയ കുടിയന്മാർ ചെറിയ തോതിൽ കുടിച്ച് ആ കുടി നിർത്തട്ടെ എന്നുള്ള ആ ഡിസിപ്ലിൻ, ആ നിയമം മനസ്സിൽ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമം ആണ്. നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം, സ്നേഹിക്കാം, നമുക്ക് എതിർക്കാതെ കണ്ടിരിക്കാം. ഇത് മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കായിട്ട്. ജാതി മത ഭേദമന്യേ നമുക്കദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും ശക്തിപ്പെടുത്താം. ഞാനിത് പറയുമ്പോൾ ഓർക്കും, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ UDFകാരനാണ്. ഒന്നുമല്ല, ഞാൻ UDFലും അല്ല, ഞാൻ ഇടത്തുമല്ല വലത്തുമല്ല, ഞാൻ നടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഉറവും കൂടുതൽ തരട്ടെ. മദ്യവും പുകയും ലഹരിയും നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായി ഇല്ലാതാകാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നമുക്കും അതിന് നേതൃത്വം ഏറ്റെടുക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറട്ടെ കേരളീയർ. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളം അല്പമെങ്കിലും ജീവനിൽ നിലനിൽക്കട്ടെ. എൻ്റെ ചില വീഡിയോകൾ നിങ്ങൾ ഓർത്തോണം. കേരളം നശിക്കാൻ പോവുകയാണോ, കേരള സഭ നയിക്കാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രവചനത്തോടുകൂടി പറഞ്ഞ പല വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഭൂപടത്തിൽ നിന്ന് തന്നെ കേരളം ഒരു പക്ഷെങ്കിൽ തുടങ്ങി നിൽക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇല്ലാതായേക്കാം. ഇതൊക്കെ ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഇല്ല, കേരളം നിലനിൽക്കണം, കേരള ക്രിസ്ത്യാനികളും നിലനിൽക്കണം. അതിന് ദൈവാത്മാവിനെ മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് ദൈവവിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ മുന്നോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഞാനും നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് ആശീർവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.